നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഒരു യാത്ര പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇത്ര കിലോമീറ്ററാണ് നമുക്ക് യാത്ര പോകാനുള്ളത്. എന്നാൽ ഈ പോകുന്ന ഒരു യാത്ര അല്ലെങ്കിൽ ആ കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യുന്ന എത്രയാണ്? ഏകദേശം ഒരു 100 കിലോമീറ്റർ കവർ ചെയ്യണം. 100 കിലോമീറ്റർ കവർ ചെയ്യണമെങ്കിൽ എത്ര രൂപയുടെ ഫ്യൂൽ അടിക്കണമെന്ന് നമുക്ക് ഏകദേശം ഒരു കണക്കുണ്ട്. ഒരു 500 രൂപയ്ക്ക് ഫ്യൂൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 100 കിലോമീറ്റർ ഓടും എന്നൊക്കെ ഒരു കണക്ക് നമ്മുടെ മനസ്സിൽ കാണും. ശരിക്കും ഇങ്ങനെ ഒരു കണക്ക് കൃത്യമായി നോക്കി ഫ്യൂൽ ഫില്ല് ചെയ്ത് ഓടിക്കുന്നത് നല്ലതാണോ? അതായത് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഓടാണ്ട് ഇത്ര രൂപയുടെ ഫ്യൂൽ മതി ഒരു കണക്ക് നോക്കി വാഹനം ഓടിക്കുന്നത് നല്ലതാണോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് മുഹമ്മദ് തസ്ബീർ ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ചേട്ടാ, എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്. ആള് കാറിൽ എപ്പോഴും പെട്രോൾ എംറ്റി ആക്കി ഓടാറ്. പോകാനുള്ള സ്ഥലം നോക്കി കറക്റ്റ് പെട്രോൾ അടിക്കും. എന്നോട് പറയാറ് അതൊക്കെ മതി, കുഴപ്പമില്ലെന്ന്. എങ്ങനെ അവനെ റെഡിയാക്കാം? പ്ലീസ് റിപ്ലൈ. ഏതായാലും ഒരു വ്യക്തിയെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഏതായാലും പറ്റത്തില്ല, അത് നിങ്ങളൊക്കെ തന്നെ തീരുമാനിക്കണം. പക്ഷേ ഇതിൽ വരുന്ന കുഴപ്പവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ എന്നെ കൊണ്ട് സാധിക്കും. അതായത് നമ്മളൊരു വാഹനത്തിൽ കൃത്യം അളവിലുള്ള ഫ്യൂവൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള കുഴപ്പങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ നമുക്കറിയാം, ഇത്തരം ഫ്യൂവൽ നമ്മുടെ വാഹനത്തിലുണ്ട്, ഏകദേശം ഇത്ര കിലോമീറ്റർ ഓടാം. ശരിയാണ്. നമ്മൾ ഏകദേശം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് മെയിനായിട്ടുള്ളൊരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിനകത്ത് വരുന്ന പമ്പ്, അതായത് ഇപ്പോഴത്തെ എല്ലാ ഫ്യൂവൽ പമ്പുകൾ, അതായത് ഈ പെട്രോളിനെ ടാങ്കിൽ നിന്നും എഞ്ചിൻ്റെ അവിടം വരെ അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് വരെ കൊണ്ടുപോകുന്നത് ഒരു ഫ്യൂവൽ പമ്പ് തന്നെയാണ്. ഈ പമ്പ് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിനകത്ത് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ടാങ്കിനകത്ത് ഇരിക്കുന്ന ഈ പമ്പിന് കൂളിംഗ് ഫെസിലിറ്റി, അതായത് അതിനെ തണുപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ പെട്രോൾ തന്നെയാണ്. അപ്പോൾ തീരെ പെട്രോൾ കുറവാണെങ്കിലും ഇതിനകത്തുള്ളൊരു കൂളിംഗ് ഫങ്ഷനിങ് വളരെ കുറയുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ പമ്പ് പൊളിച്ച് കാണിക്കുന്നത്, അതായത് ഈ മോട്ടറിനകത്തൂടെ, സാധാരണ പമ്പിനകത്തൂടെ അതിൻ്റെ ഇമ്പില്ലർ വഴിയാണ് ഫ്യൂവൽ ചെല്ലുന്നത് അല്ലെങ്കിൽ ഫ്യൂവലിനെ പ്രഷറൈസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ പമ്പിനകത്ത് നടക്കുന്ന രീതി വേറെയാണ്. ഇമ്പില്ലറിൻ്റെ സഹായമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ശരിക്കും ഈ ഫ്യൂവൽ കയറി പോകുന്നത് ഇതിൻ്റെ ആർമേച്ചറിനകത്തൂടെ. അപ്പോൾ കുറച്ച് പേരെങ്കിലും സംശയം ചോദിക്കും, അതിങ്ങനെ മോട്ടറിനകത്തൂടെ കയറി പോകുന്നത്? ശരിക്കും അവിടെ ഫംഗ്ഷൻ നടക്കുന്നത് അങ്ങനെ തന്നെയാണ്. അത് പൊളിച്ച് കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ആ ലിങ്കും കൂടെ ഏറ്റവും ലാസ്റ്റ്, അതായത് ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ പിൻ ചെയ്തിട്ടോളാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്കും കാര്യം എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഫ്യൂവൽ പമ്പിന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഏതെങ്കിലും രീതിക്ക് ഇതിനകത്ത് പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും വലിച്ചെടുക്കാനുള്ള ചാൻസസ്, അല്ലെങ്കിൽ അതിനകത്ത് പെട്രോൾ ചെളിയാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഞാനത് അങ്ങനെ എടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല. ഇങ്ങനെ നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് രീതിക്ക് ഫ്യൂൽ അതിനകത്ത് വെക്കാറുള്ളതായിരിക്കും. വേറെ ക്യാനിലൊക്കെ കൊണ്ടുവന്ന് ഒഴിക്കുന്നുണ്ടായിരിക്കും. ഈ ക്യാനിനകത്ത് വരുന്ന പൊടി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് അടിഞ്ഞു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് കഴിവതും, ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കഴിവതും നമ്മുടെ വാഹനത്തിൽ എപ്പോഴും കുറച്ച് കൂടുതൽ ഫ്യൂവൽ വെക്കുന്നത് തന്നെ, അതായത് നമ്മുടെ ഫ്യൂവൽ സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് യാത്ര പോകേണ്ടി വരുന്ന സമയത്ത് ആദ്യമേ പെട്രോൾ പമ്പിലോട്ട് ഓടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോൾ നമ്മൾ ഓടി ചെല്ലുന്ന സമയത്ത് അവിടെ പെട്രോൾ പമ്പ് ഏതെങ്കിലും കാരണവശാൽ അടച്ചിട്ടിരിക്കുകയാണോ അല്ലെങ്കിൽ പെട്രോൾ പമ്പ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ബുദ്ധിമുട്ടേണ്ട കാര്യം വരുന്നില്ല. അടുത്ത പമ്പ് വരെ ഓടാനുള്ള ഫ്യൂൽ പോലും കാണത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും, പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം കൂടുതൽ ഫ്യൂൽ പലപ്പോഴും പലരുടെയും തെറ്റിദ്ധാരണയാണ്, ഫ്യൂൽ കുറച്ച് കൂടുതൽ ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആവിയായി പോകുമെന്നുള്ളത്. ഒരു കാരണവശാലും ഫ്യൂവൽ കൂടുതൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആവിയായി പോകില്ലെന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യം, അതായത് ചാർക്കോൾ കാനിസ്റ്റർ എന്ന് പറയുന്നൊരു കാനിസ്റ്റർ ഉണ്ട്. ഇതിനകത്ത് പ്രഷർ കൂടുന്ന സമയത്ത് ഈ പ്രഷറിലുള്ള ഫ്യൂവൽ അല്ലെങ്കിൽ ഈ ഫ്യൂവൽ ശരിക്കും പ്രഷർ കൂടി കഴിയുമ്പോഴത്തേക്കും വേപ്പർ ആകും. ഈ വേപ്പറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാർക്കോൾ കാനിസ്റ്റർ എന്ന് പറയുന്നൊരു യൂണിറ്റ് നമ്മുടെ വാഹനത്തിൽ വരുന്നത്. ഈ ചാർക്കോൾ കാനിസ്റ്റർ എന്ന് പറയുന്ന ഈ യൂണിറ്റിൽ നിന്ന് ശരിക്കും നമ്മുടെ വാഹനത്തിന് എപ്പോഴാണോ പവർ കൂടുതൽ വേണ്ടി വരുന്നത്, പെർജ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു വാൽവിലോട്ട് ECM സിഗ്നൽ കൊടുത്ത് അതിനെ ഓപ്പൺ ചെയ്യിച്ചിട്ട് ഈ ടാങ്കിനകത്തുള്ള അല്ലെങ്കിൽ ഈ ചാർക്കോൾ കാനിസ്റ്ററിനകത്തുള്ള വേപ്പറിനെ വലിച്ചെടുത്ത് ഫ്യൂവലായിട്ട് കൊടുക്കുന്നുമുണ്ട്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്, നമുക്കവിടെ ഒരു രീതിക്കുള്ള വേസ്റ്റേജും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും കുറച്ച് കൂടുതൽ ഫ്യൂവൽ അടിച്ചിട്ടോളാം.